Good morning. Today we are discussing some questions related to phase diagram. Question number 1. For a ternary system, 3 components are present. Temperature is also a variable. The maximum number of phases that may be present for a ternary system at a constant pressure is. Question തന്നിരിക്കുന്നത് ഒരു ടേർണറി സിസ്റ്റത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 3 കമ്പോണൻസ് പ്രസൻ്റ് ആണ്. അവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ദാറ്റ് മേ ബി പ്രസൻറ്റ് ഫോർ എ ടേർണറി സിസ്റ്റം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ്. ഇവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആക്കി തന്നിരിക്കുന്നു. ടെമ്പറേച്ചർ വേരിയബിൾ തന്നെയാണ്, കോൺസ്റ്റൻ്റ് അല്ല, വേരിയിങ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഫേസ് റൂൾ അനുസരിച്ച് ഫേസ് റൂൾ പറയുന്നത് F is equal to C minus P plus 2. ഇതാണ് നമ്മുടെ നോർമൽ ഫേസ് റൂള്. അപ്പം ഈ സിസ്റ്റത്തിൽ നമ്പർ ഓഫ് കമ്പോണൻസ് 3 ആണ്. C is equal to 3. P കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. P is equal to a constant. അതുകൊണ്ട് നമ്മുടെ ഫേസ് റൂള് നമ്മൾ മോഡിഫൈഡ് ഫേസ് റൂളാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആണ്. സോ വി യൂസ് ദ മോഡിഫൈഡ് ഫേസ് റൂൾ ദാറ്റ് ഈസ് F is equal to C minus P plus 1. ഇനി ക്വസ്റ്റിന് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് ഫേസസ്. മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം നമ്പർ ഓഫ് ഫേസസ് കറസ്പോണ്ടിങ് ടു മിനിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം മിനിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് F is equal to 0 കണ്ടീഷനാണ്. അതാണ് ഏറ്റവും മിനിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. F is equal to 0 ആണ് മിനിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഇക്വേഷനിൽ F is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ഫേസസ് കിട്ടും. അപ്പോൾ F is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം the modified phase rule becomes 0 equals C, that is 3 minus P plus 1. It gives P is equal to 4. So option B is the correct answer. അപ്പോൾ എപ്പോഴൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം മാക്സിമം നമ്പർ ഓഫ് ഫേസസിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി മാക്സിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളതിനെ കൺസിഡർ ചെയ്യേണ്ടത് മിനിമം നമ്പർ ഓഫ് വേരിയബിൾസ് ആണ്, മിനിമം നമ്പർ ഓഫ് ഫേസസ് ആണ്. മിനിമം നമ്പർ ഓഫ് ഫേസ് എന്ന് പറയുന്നത് 1 ആണ്. ഒരിക്കലും 0 ആവില്ല, 1 ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് the correct statements. Statement or statements. Option A phase is a homogeneous portion of a system that has uniform physical characteristics but non-uniform chemical characteristics. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. പറഞ്ഞിരിക്കുന്നത് ഫേസ് എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് പോർഷനാണ് ഒരു സിസ്റ്റത്തിൻ്റെ. അവിടെ യൂണിഫോം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, നോൺ യൂണിഫോം കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഹോമോജീനിയസ് ഫേസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേസിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. കെമിക്കൽ കോമ്പോസിഷനും അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റും ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും സെയിം ആണെങ്കിലാണ് നമുക്കത് സെയിം ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് യൂണിഫോമും നോൺ യൂണിഫോം കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ആയിരിക്കും എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല. സെയിം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും സെയിം കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും ആയിരിക്കും ഒരു ഹോമോജീനിയസ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഓപ്ഷൻ, എവരി പ്യുവർ മെറ്റീരിയൽ ഈസ് കൺസിഡേർഡ് ടു ബി എ ഫേസ്. പ്യുവറായിട്ടുള്ള ഏതൊരു മെറ്റീരിയൽ നമുക്ക് ഒരു ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും എന്നാണ് സെക്കൻഡ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫാക്റ്റാണ്. അതായത് നമുക്ക്
ഒരു പ്യുവർ ഫോമിലുള്ള ഏതൊരു മെറ്റീരിയലും ആ മെറ്റീരിയൽ അതിൻ്റെ ലോങ് റേഞ്ച് ഓർഡറിൽ യൂണിഫോമാണ്, അല്ലെങ്കിൽ സെയിം പ്രോപ്പർട്ടീസ്, സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അത് സിംഗിൾ ഫേസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ട്രൂ. ദെൻ ദ തേർഡ് ഓപ്ഷൻ, ഇറ്റ് ഈസ് നെസസറി ദാറ്റ് the different phases must have different chemical properties. ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്, ഡിഫറെൻറ്റ് ഫേസസിന് ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? ഡിഫറെൻറ്റ് ഫേസസ്, ഇപ്പോൾ സോളിഡ് ഒരു ഫേസാണ്, ലിക്വിഡ് ഒരു ഫേസാണ്, അങ്ങനെ രണ്ട് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സിസ്റ്റം, അതായത് ഒരു ബീക്കറിൽ നമ്മൾ വാട്ടർ പ്ലസ് ഐസ് ക്യൂബ് ഉള്ളൊരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ആ സിസ്റ്റത്തിൽ രണ്ട് ഫേസസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വാട്ടറിൽ ഐസ് ക്യൂബാണ് കിടക്കുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസിലാണ്, ഐസ് ക്യൂബ് സോളിഡ് ഫേസിലാണ്. രണ്ട് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് പറയണത്. രണ്ട് ഫേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആയിരിക്കും എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. പക്ഷേ ഈ കേസിൽ നമുക്ക് നോക്കാം. ഈ കേസിൽ ലിക്വിഡ് വാട്ടറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കമ്പോണൻറ്റ് എന്താണ്? H2O ആണ്. അതുപോലെ തന്നെ ഐസിലും ഉള്ള കമ്പോണൻറ്റ് H2O തന്നെയാണ്. അപ്പം രണ്ട് കേസിലും രണ്ട് ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ രണ്ട് ഫേസിലും ഉള്ള കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിലെ കെമിക്കൽ കമ്പോണൻസ് സെയിം അല്ലായിരിക്കും എന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. സെയിം ആയിരിക്കാം, അല്ലായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉറപ്പിച്ചൊരു കണ്ടീഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് സി എന്ന് പറയണത് ഫോൾസ് ആണ്, കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഓപ്ഷൻ സിയുടെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആണ്, ബട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നേച്ചറാണ് കാണിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഡയമണ്ടിൻ്റെ കേസിൽ ഡയമണ്ട് ഗ്രാഫൈറ്റിനേക്കാളും ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം അല്ല. അതുപോലെ തന്നെ ഡയമണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, പക്ഷേ ഗ്രാഫൈറ്റിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പോസിബിളാണ്. സോ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം അല്ല, ബട്ട് കെമിക്കലി രണ്ട് എലമെൻറ്റ്സും ഡയമണ്ടും ഗ്രാഫൈറ്റും സെയിം ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ഡി, FCC അയൺ ആൻഡ് BCC അയൺ ആർ ഡിഫറെൻറ്റ് ഫേസസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അയണിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് കണ്ടതാണ്. അയൺ പല സോളിഡിൽ തന്നെ പല ഫേസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൽഫ ഫേസ്, ഗാമ ഫേസ്, ഡെൽറ്റ ഫേസ്, എപ്സിലോൺ ഫേസ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് FCC അയണും BCC അയണും രണ്ട് ഡിഫറെൻറ്റ് ഫേസുകളാണെന്നാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ഡി കറക്റ്റാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഫേസസ് തന്നെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഒന്ന് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ലാറ്റിസ് ആണ്, മറ്റേത് ബോഡി സെൻറ്റേഡ് ക്യൂബിക് ലാറ്റിസ് ആണ്. അപ്പോൾ അത് കാരണം ഇത് രണ്ടും സോളിഡ് ഫേസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിലും സോളിഡിന് തന്നെ ഡിഫറെൻറ്റ് ഫേസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ, സിംഗിൾ ഫേസ് സിസ്റ്റം ഈസ് കോൾഡ് ഹോമോജീനിയസ്. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റം അതൊരു ഹോമോജീനിയസ് സിസ്റ്റം ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്ഷൻ കറക്റ്റാണ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സിസ്റ്റം ത്രൂ ഔട്ട് സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെയിം അറേഞ്ച്മെൻ്റ് ആണ്. സോ ഓപ്ഷൻ എ ഈസ് ട്രൂ. ദെൻ
The next option, unary phase diagram is also called PT diagram. What is unary phase diagram? Single component phase diagram നമ്മൾ കൊടുക്കുന്ന പേരാണ് unary phase diagram. അതിൽ Pയും Tയും, that is pressure and temperature വേരിയബിൾസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ PT ഡയഗ്രം എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ഈ കേസിൽ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ബി ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ എക്സാമ്പിളായിട്ട് വാട്ടർ സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ അതൊരു യൂണറി ഫേസ് ഡയഗ്രമാണ്. സിംഗിൾ കമ്പോണൻറ്റ് H2 ആണ് അവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നമ്പർ ഓഫ് വേരിയബിൾസ് വരുന്നത്, മാക്സിമം നമ്പർ ഓഫ് വേരിയബിൾസ് 2 ആണ് വരുന്നത്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതായത് സി നമ്പർ ഓഫ് കമ്പോണൻറ്റ്സ് 1 ആണ്. അപ്പം മിനിമം നമ്പർ ഓഫ് ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാക്സിമം നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നത്. മിനിമം നമ്പർ ഓഫ് ഫേസസ് എന്ന് പറയുന്നത് 1 ആണ്. ഒരു ഫേസെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം ഫേസ് റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പം F is equal to 1 minus 1 plus 2 നമുക്ക് കിട്ടുന്നത് 2 ആണ്. അതായത് ഇവിടെ വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വേരിയബിൾസ് പ്രഷറും ടെമ്പറേച്ചറുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിയാക്ഷൻ ദാറ്റ് ഓൺ ഹീറ്റിംഗ് വൺ സോളിഡ് ഫേസ് ഈൽസ് അനദർ സോളിഡ് ഫേസ് പ്ലസ് വൺ ലിക്വിഡ് ഫേസ് ഈസ് കോൾഡ് ഡാഷ്. ഒരു റിയാക്ഷനാണ്. ഹീറ്റിംഗ് നടക്കുമ്പം ഒരു സോളിഡ് ഫേസ് ഒരു അനദർ സോളിഡ് ഫേസും അതിൻ്റെ കൂടെ തന്നെ ഒരു ലിക്വിഡ് ഫേസും, സോളിഡ് ഫേസ് പ്ലസ് ലിക്വിഡ് ഫേസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെരിടെക്റ്റിക് റിയാക്ഷനാണ്. ഇതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ. നമുക്കറിയാം പെരിടെക്റ്റിക് റിയാക്ഷൻ L plus beta gives alpha. ഇവിടെ ഹീറ്റിംഗ് ആണെങ്കിൽ ഈ ഡയറക്ഷനിലും കൂളിംഗ് ആണെങ്കിൽ ഈ ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പം ഇതൊരു സോളിഡ് ഫേസ് ആണ്, ഇത് സോളിഡ് ഫേസ് ആണ്, ഇത് ലിക്വിഡ് ഫേസ് ആണ്. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു സോളിഡ് ഫേസ് മറ്റൊരു സോളിഡ് ഫേസ് പ്ലസ് ഒരു ലിക്വിഡ് ഫേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു പെരിടെക്റ്റിക് റിയാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5, ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം when FCC ion and BCC ion coexist in equilibrium are options 2, 1, 0 and -1. അയണിൻ്റെ ഫേസ് ഡയഗ്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ഗേഷ്യസ് ഫേസ്, ലിക്വിഡ് ഫേസ്, സോളിഡ് ഫേസ്. സോളിഡിൽ തന്നെ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. FCC ആയിരിക്കുന്ന അയണുണ്ട്, അതുപോലെ തന്നെ BCC ഫോമിലുള്ള അയണും ഉണ്ട്. ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് FCCയും BCCയും കോഎക്സിസ്റ്റ് ചെയ്യുന്ന ഇക്വിലിബ്രിയം പോയിൻറ്റിലെ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡമാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് കമ്പോണൻസ്, ഇപ്പോൾ FE ഒരു സിംഗിൾ കമ്പോണൻ്റ് സിസ്റ്റമാണ്. അപ്പം BCC ആണെങ്കിലും FCC ആണെങ്കിലും കമ്പോണൻസ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഫേസസ്, അപ്പം ഈ രണ്ട് ഫേസ് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കണ്ടീഷനിൽ നമ്പർ ഓഫ് ഫേസസ് നമുക്കറിയാം 2 ആണ്. നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട് ഫേസ് റൂൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. F is equal to C minus P plus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് is equal to 1 minus 2 plus 2, that is equal to 1. So the answer is option B. ഇനി ഈ കേസിൽ തന്നെ 3 ഫേസസും ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ട്രിപ്പിൾ പോയിൻറ്റിലാണ്. ട്രിപ്പിൾ പോയിൻറ്റിലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ കമ്പോണൻസ് 1 തന്നെയാണ്, ഫേസ് 2 അല്ല 3 ആണ്. F is equal to 1 minus 3 plus 2 അങ്ങനെ വരും, which is equal to 0. അപ്പം 3 ഫേസുകളും ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് ഒരു വേരിയബിളിനെ പോലും അവിടെ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ 2 ഫേസ് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന കണ്ടീഷൻ നമുക്ക്
ഏതെങ്കിലും ഒരു വേരിയബിളിനെ ചേഞ്ച് ചെയ്യിക്കാനായിട്ട് സാധിക്കും വിത്തിൻ ലിമിറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 6. The reaction that yields two solid phases on cooling. Then the reaction is രണ്ട് സോളിഡ് ഫേസ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഗാമ ചേഞ്ചസ് ടു ആൽഫ പ്ലസ് ബീറ്റ കൂൾ ചെയ്യുമ്പോൾ. ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന യൂടെക്ടോയിഡ്, പെരിടെക്ടോയിഡ്, യൂടെക്റ്റിക് ആൻഡ് കോൺഗ്രുവൻ്റ് റിയാക്ഷൻസ് ആണ്. പിന്നെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യൂടെക്ടോയിഡ് റിയാക്ഷൻ ആണ്.